ഹരേ കൃഷ്ണ. ഗോകുലമുറ്റത്തെ കുഞ്ഞു കാൽപ്പാടുകൾ, കള്ളയുറക്കവും കുഞ്ഞു കൊഞ്ചലും. വ്രജഭൂമിയായ ഗോകുലത്തിലെ ഒരു പുലരി. നേരം വെളുക്കുന്നതേയുള്ളൂ. യമുനാ നദിക്ക് മുകളിൽ കോടമഞ്ഞ് ഒരു വെളുത്ത പുതപ്പ് പോലെ കിടക്കുന്നുണ്ട്. എങ്ങും പശുക്കളെ കറക്കുന്ന ശബ്ദവും തൈര് കടയുന്ന മരമത്തിന്റെ താളവും മാത്രം. തുളസിക്കതിരിൻ്റെയും കറന്നെടുത്ത ചുടുപാലിൻ്റെയും ചാണകം മെഴുകിയ മുറ്റങ്ങളുടെയും ഗന്ധം ആ പ്രഭാതവായുവിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രകൃതി പോലും ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. സകല ലോകങ്ങൾക്കും നാഥനായവൻ ഉറക്കമുണരുന്ന ആ നിമിഷത്തിനായി. നന്ദഗോപരുടെ ആ വലിയ വീടിൻ്റെ ചാണകം മെഴുകി ഉണങ്ങിയ ആ മുറ്റത്ത് ഇന്നലത്തെ പൊടിമണ്ണ് അങ്ങിങ്ങായി കിടപ്പുണ്ട്. അതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ കാണാം, ആ പൊടിമണ്ണിൽ പതഞ്ഞു കിടക്കുന്ന കുഞ്ഞു കാൽപ്പാടുകൾ. ആ പിഞ്ചു കാൽപ്പാടുകൾ പിച്ച വെച്ചു നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാൽ വഴുതി തെന്നിപ്പോയതിൻ്റെ, മുറ്റത്തെ പശുക്കുട്ടിയുടെ പുറകെ ഓടിയതിൻ്റെയെല്ലാം അടയാളങ്ങൾ ആ മുറ്റത്ത് അങ്ങനെ തന്നെ മായാതെ കിടക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്ന പാദങ്ങളാണ് ഒരു സാധാരണ കുഞ്ഞിൻ്റെ കുറുമ്പുകളോടെ ഈ പൊടിമണ്ണിൽ പതിഞ്ഞു കിടക്കുന്നത്. അകത്തെ മുറിയിൽ നെയ്വിളക്കിൻ്റെ നേർത്ത വെളിച്ചത്തിൽ പട്ടുതുണികൾ വിരിച്ച ആ ചെറിയ കട്ടിലിൽ അതാ കിടക്കുന്നു നമ്മുടെ ഉണ്ണിക്കണ്ണൻ. നീലമേഘത്തിൻ്റെ നിറമുള്ള ആ ഇളം മേനിയിൽ ഒരു മഞ്ഞപ്പട്ട് പകുതി പുതച്ചിട്ടുണ്ട്. കുഞ്ഞിക്കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് വലങ്കാലിൻ്റെ തള്ളവിരൽ ഇടതുകാലിന്മേൽ കയറ്റി വെച്ചുള്ള ആ കിടപ്പ്, ഇന്നലെ യശോദാമ കരിമഷി കൊണ്ട് വരച്ചു കൊടുത്ത ആ വലിയ കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുകയാണ്. ഉറക്കത്തിൽ എപ്പോഴോ കണ്ണു തിരുമ്മിക്കൊണ്ട് ആ കൺമഷി കവിളിലേക്ക് ഇത്തിരി പടർന്നിട്ടുണ്ട്. കാർമുകിൽ പോലുള്ള കുറുനിരകൾ ആ നെറ്റിത്തടത്തിലേക്ക് പാറി വീണു കിടക്കുന്നു. ശ്വാസമെടുക്കുമ്പോൾ അവൻ്റെ ഇളം നെഞ്ചിലെ പുലിനഖപ്പതക്കം പതുക്കെ മേലോട്ടും താഴോട്ടും ഇളകുന്നുണ്ട്. പെട്ടെന്ന് ആ പുതപ്പിനുള്ളിൽ ഒരു ചെറിയ അനക്കം. അല്ല, അവൻ ഉറങ്ങുകയല്ല. ആ അടഞ്ഞു കിടക്കുന്ന വലിയ കണ്ണുകളുടെ കോണിൽ, ആ കുഞ്ഞു ചുണ്ടുകളിൽ ഒരു കുസൃതിച്ചിരി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാണാം. കാലിലെ തളകൾ കിളുങ്ങാതിരിക്കാൻ അവൻ കാലുകൾ മെല്ലെ ഒന്നുകൂടി ചുരുട്ടി വെച്ചു. അമ്മയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അമ്മ വന്ന് കൊഞ്ചിക്കാനും വേണ്ടിയുള്ള ഒരു കള്ളയുറക്കം. അതാ യശോദാമ്മ വരുന്നു. കൈകളിലെ സ്വർണവളകൾ കിലുങ്ങാതിരിക്കാൻ സാരിത്തലപ്പ് കൊണ്ട് കൈകൾ മറച്ചു പിടിച്ചാണ് ആ അമ്മയുടെ വരവ്. ഉണ്ണിയുടെ അരികിലിരുന്ന് ആ മുടിയിഴകളെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് അമ്മ പതുക്കെ വിളിച്ചു, കണ്ണാ, എൻ്റെ ഉണ്ണി, നേരം വെളുത്തൂലോ, എൻ്റെ കുരുന്നേ, കണ്ണു തുറന്നേ. ഉണ്ണിക്ക് അതൊട്ടും ഇഷ്ടമായില്ല. അവൻ അപ്പോഴേക്കും ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വല്ലാത്തൊരു പിണക്കം വരുത്തി. രണ്ടു കുഞ്ഞിക്കൈകളും കൊണ്ട് ആ മഞ്ഞപ്പട്ട് ഒന്നുകൂടി വലിച്ചു മുഖത്തേക്കിട്ടു. അമ്മ തന്നെയാണോ നോക്കുന്നത് എന്നറിയാൻ പുതപ്പിനടിയിലൂടെ ഒരു കള്ളനോട്ടം നോക്കിയിട്ട് മുഖം തിരിച്ചു കടന്നുകൊണ്ട് വലിയ സങ്കടം വരുന്നത് പോലെ ഒരു കൊഞ്ചലാണ്. കുഞ്ഞിവായിലെ മുൻവശത്തെ പല്ലുകൾ മുഴുവൻ വന്നിട്ടില്ല. ആ വിടവുള്ള പല്ലുകൾക്കിടയിലെ തിളങ്ങുന്ന മോണ കാട്ടി അവൻ കൊഞ്ചെ, അമ്മ പോ, ഉണ്ണി എഴുന്നേൽക്കൂല. അതെന്താ എൻ്റെ കുറുമ്പന് ഇത്ര രാവിലെ ഒരു പിണക്കം? മുറ്റത്തെ പൈക്കുട്ടികൾ ഉണ്ണിയെ കാത്തു നിൽപ്പുണ്ടല്ലോ. യശോദാമ അവനെ പതിയെ ഇക്കിളിയാക്കാൻ ശ്രമിച്ചു. അവൻ പുതപ്പിനുള്ളിൽ നിന്ന് മുഖം മാത്രം പുറത്തേക്കിട്ട് കണ്ണുകൾ പകുതി തുറന്നു നോക്കി. എന്നിട്ട്
കവിളുകൾ രണ്ടും വീർപ്പിച്ചു. താഴത്തെ ചുണ്ട് പുറത്തേക്ക് തള്ളി വലിയൊരു സങ്കടം ഉള്ളിൽ ഒതുക്കുന്നത് പോലെ കണ്ണൻ തൻ്റെ പരാതി പറച്ചിൽ തുടങ്ങി. ഇന്നലെ അമ്മ ഉണ്ണിക്ക് ഇച്ചിരി വെണ്ണയല്ലേ തന്നുള്ളൂ, ഏട്ടന് നിറയെ കൊടുത്തുള്ളൂ, ഉണ്ണി ഒളിച്ചു നിന്ന് കണ്ടല്ലോ, അതുകൊണ്ടാ ഉണ്ണിക്ക് പേക്കം. ഉണ്ണി ഇനി അമ്മയോട് മുണ്ടൂല. ലോകത്തെ മുഴുവൻ മായയിൽ മയക്കുന്നവൻ, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പാടുപെടുന്ന ഒരു സാധാരണ കുഞ്ഞിനെ പോലെ അവൻ്റെ കൊച്ചു സങ്കടം അമ്മയോട് പറഞ്ഞ് കൊഞ്ചുകയാണ്. വാക്കുകൾ വഴുതിപ്പോകുന്ന ആ നിഷ്കളങ്കമായ കുഞ്ഞിക്കൊഞ്ചൽ കേട്ട് യശോദാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ അമ്മ ആ പൊന്നുണ്ണിയെ വാരിയെടുത്ത് ആ കവിളിൽ മാറി മാറി ഉമ്മ വെച്ചു. എൻ്റെ പൊന്നുണ്ണിയല്ലേ, അമ്മ ഉണ്ണിക്ക് നിറയെ വെണ്ണ തരാം, വലിയൊരു ഉരുള പോരെ. അത് കേട്ടതും ആ വലിയ കണ്ണുകൾ വിടർന്നു. കുഞ്ഞു പാൽപ്പല്ലിൻ്റെ വിടവിലൂടെ വശ്യമായൊരു ചിരി ചിരിച്ചു. ചുണ്ടുകളുടെ കോണിലൂടെ തേൻധാര പോലെ താഴേക്ക് ഒഴുകി. ഒരു നിമിഷം എന്തോ ആലോചിച്ചിട്ട് അവൻ അമ്മയുടെ കഴുത്തിലൂടെ ആ കുഞ്ഞിക്കൈകൾ വരിഞ്ഞു മുറുക്കി. ആ ഇളം കവിൾ അമ്മയുടെ തോളിൽ ഉരസി കാതിൽ പതുക്കെ ചോദിച്ചു, സത്യാണോ അമ്മേ? എങ്കിൽ ആ വലിയ പാത്രത്തിലെ വെണ്ണ മുഴുവനും അമ്മ ഉണ്ണിക്ക് തരണം. ഏട്ടന് കൊടുക്കല്ലേ, എന്നാലേ ഉണ്ണി എഴുന്നേക്കൂ. തരൂ അമ്മേ. അമ്മയുടെ സമ്മതം കിട്ടാനായി പൊന്നുണ്ണി ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഒറ്റയിരിപ്പാണ്. സകല ചരാചരങ്ങൾക്കും അന്നം നൽകുന്നവനാണ്. ഒരു പിടി വെണ്ണയ്ക്കായി, അതിലുപരി ആ അമ്മയുടെ വാത്സല്യത്തിനായി ഒരു സാധു കുഞ്ഞിനെ പോലെ കൊതിച്ചു നിൽക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നവൻ അമ്മയുടെ സ്നേഹത്തിനു മുന്നിൽ സ്വന്തം നിസ്സഹായത ഒരു കുറുമ്പായി അവതരിപ്പിക്കുകയാണ്. ആ കുഞ്ഞു കൈകളുടെ സ്പർശനത്തിൽ സകല സത്യങ്ങളും മറന്ന് യശോദ എന്ന അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ മായയിൽ പൂർണ്ണമായും അലിഞ്ഞു ചേർന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.